സഭകളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. ഇതൊന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. വിശുദ്ധന്മാരുടെ പുനരുത്ഥാനമാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. ക്രിസ്തുവിൽ വാങ്ങിപ്പോയവരുടെ പുനരുത്ഥാനമാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ്. ഉയർത്തെഴുന്നേൽപ്പ് 2 ഘട്ടങ്ങളായിട്ടുണ്ട്. ഒന്ന് വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം, 2 പാപികളുടെ പുനരുത്ഥാനം. വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിൽ പങ്കുകിട്ടുന്നത് ഭാഗ്യകരമായൊരു അനുഭവമാണ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകിട്ടുക. ഒന്നാമത്തെ പുനരുത്ഥാനം പ്രിയപ്പെട്ടവരെ, വളരെ വാസ്തവികമായ ഒരു സത്യം. നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. ഒരു ദിവസം നാം കടന്നു പോകും. നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം നമ്മുടെ ഈ മൺമയമായ ശരീരം മണ്ണോട് മണ്ണ് ലയിച്ചതിന് ശേഷം നാം ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കും. എവിടെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്, ഒന്നാമതാണോ രണ്ടാമതാണോ എന്ന് തീരുമാനിക്കുന്നത് നാം തന്നെയാണ്. വിശുദ്ധന്മാരുടെ നിരയിലാണോ ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നത്, ഒന്നാമത്തെ പുനരുത്ഥാനത്തിലാണോ ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നത്, അതോ ഞാൻ രണ്ടാമത്തെ പുനരുത്ഥാനത്തിലാണോ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്ക് തന്നെയാണ്. അത് വേറെ ആർക്കുമല്ല, അവനവന് തീരുമാനിക്കാം. എനിക്ക് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്ക് വേണമെങ്കിൽ ഞാനൊരു വിശുദ്ധനായി തീർന്നേ പറ്റുകയുള്ളൂ. വിശുദ്ധന്മാരുടെ ആ പുനരുത്ഥാനം അത് ആർക്കെല്ലാമാണ് ലഭിക്കുന്നത് എന്ന് നാം കഴിഞ്ഞ ചില അവസരങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. ക്രിസ്തുവിൽ വാങ്ങിപ്പോയവർക്ക് വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിൽ പങ്കു കിട്ടും. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ ജീവിക്കുന്നവർ, ക്രിസ്തുവിൽ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ളവർ. രണ്ടാമത് ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവിന് ദോസ് ഹു ബിലോങ് ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവിന് അവകാശപ്പെട്ടവർ, ക്രിസ്തുവിനുള്ളവർ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കു കിട്ടും. 3 കാത്തിരിക്കുന്നവർ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കു കിട്ടും, കാത്തിരിക്കുന്നവർക്ക്. 4 ഒരുങ്ങിയിരിക്കുന്നവർക്ക് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കു കിട്ടും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും എന്ന് ഇബ്രാഹിം ലേഖനം 9-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നത് കാത്തിരിക്കുന്നവർക്ക് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കു കിട്ടും എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിനുള്ളവർ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിലുള്ളവർ ഉയർത്തെഴുന്നേൽക്കും. കാത്തിരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കും, ഒരുങ്ങിയിരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കും. ഒരുങ്ങിയിരിക്കുന്നവർ എങ്ങനെ ഒരുങ്ങിയിരിക്കുന്നു? നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു. ബുദ്ധിയുള്ള കന്യകമാർ ഒരുങ്ങിയിരുന്നു. അവരുടെ പാത്രത്തിൽ കൂടി എണ്ണ ഉണ്ടായിരുന്നു. അവർ മണവാളനോടുകൂടെ മണവറയിലേക്ക് പ്രവേശിച്ചു. ഒരുങ്ങിയിരുന്നവർ, ഒരുക്കമുള്ളവർ, എണ്ണയുമായി ഒരുക്കത്തോടെ കാത്തിരുന്നവർ. എന്നാൽ ഒരുക്കമില്ലാത്തവർ വെളിയിൽ നിൽക്കേണ്ടി വന്നു. പാത്രത്തിൽ കൂടി എണ്ണ കരുതാത്തവർ വെളിയിൽ പുറത്തു നിന്ന് കരയേണ്ടി വന്നു. അവർക്ക് വേണ്ടി വാതിൽ തുറന്ന് കിട്ടിയില്ല. സ്വർഗീയ വാതിൽ അവർക്ക് വേണ്ടി തുറന്ന് കിട്ടിയില്ല. മണവറയുടെ വാതിൽ അവർക്ക് വേണ്ടി തുറന്ന് കിട്ടിയില്ല. ഒരുങ്ങിയിരിക്കണം. ക്രിസ്തുവിലുള്ളവർ, ക്രിസ്തുവിനുള്ളവർ, കാത്തിരിക്കുന്നവർ. 4 ഒരുങ്ങിയിരിക്കുന്നവർ. 5-ാമത്തെ കാര്യമാണ് പുനരുത്ഥാനത്തിൽ, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനാണ്, വിശുദ്ധനാണ്, വിശുദ്ധന്മാരാണ്. അവർക്ക് മാത്രമേ അതിൽ പങ്കു കിട്ടുകയുള്ളൂ. ഈ അവസരങ്ങളിൽ നാം അത് തുടരെ ചിന്തിച്ച് വരികയാണ്. വിശുദ്ധന്മാർക്ക് മാത്രമേ. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതകാലത്ത് നാം ഓരോരുത്തരും വിശുദ്ധരായി തീരണമെന്നാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധരായി തീരണം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയിൽ ആയുഷ്കാലം എന്തിനാണെന്ന് ചോദിച്ചാൽ വ്യക്തമാണ്, നാം വിശുദ്ധരായി തീരുവാനാണ്. ഈ ഭൂമിയിൽ നമുക്ക് ആയുസ്സുള്ള കാലത്ത്, ഈ ഭൂമിയിൽ നാം ശരീരത്തിൽ വസിക്കുന്ന കാലത്ത് നാം വിശുദ്ധരായി തീരണം. അതിനുവേണ്ടി മാത്രമാണ് ഈ ജീവിതത്തിൽ കരുണയുള്ള കർത്താവ് നമ്മിൽ ആശ വെച്ച ഈ വചനം തരുന്നത്.
ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം ആയുസ് വിലപ്പെട്ടതാണ്, വിലയേറിയതാണ് ആയുസ്. ഭൗതിക ജീവിതം വിലയേറിയതാണ്. ഈ ജീവിതം നഷ്ടപ്പെടുത്താനുള്ളതല്ല. ഒരു പ്രസിദ്ധനായ ഒരു അധ്യാപകനായിരുന്നു, സാഹിത്യകാരനായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട്. അദ്ദേഹം ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞു, ജനനമെന്ന 3 അക്ഷരം കൊണ്ട് ആരംഭിച്ച് മരണമെന്ന 3 അക്ഷരത്തിൽ അവസാനിപ്പിക്കുന്ന ഒന്നല്ല ജീവിതമെന്ന 3 അക്ഷരം. ജനനമെന്ന 3 അക്ഷരത്തിൽ ആരംഭിച്ച് മരണമെന്ന 3 അക്ഷരത്തിൽ അവസാനിപ്പിക്കുന്നതല്ല ജീവിതമെന്ന 3 അക്ഷരം. വളരെ അർത്ഥവത്തായ ഒരു വാക്യമായിരുന്നു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ജീവിതം ജീവിക്കാനുള്ളതാണ്. ജീവിതം തികവിലേക്കുള്ള പ്രയാണമാണ്. തികവിലേക്ക്, പൂർത്തീകരണത്തിലേക്ക്, തികവിലേക്കുള്ള പ്രയാണമാണ് ജീവിതം. ഈ ഭൂമിയിലെ ആയുഷ്കാലത്ത് നാം തികവിലെത്തിച്ചേരണം, നാം പൂർണ്ണതയിലെത്തിച്ചേരണം. ഈ ഭൂമിയിലെ ആയുഷ്കാലത്ത് നാം വിശുദ്ധരായി തീരണം. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി നാം സമ്പാദിക്കണം. നമുക്കറിയാം, വിശുദ്ധി സമ്പാദിക്കുക എന്നുള്ളത് അത് വളരെ ലളിതമായ കാര്യമാണ്, അത് വളരെ പ്രയാസമുള്ള കാര്യവുമാണ്. ലളിതമെന്ന് പറയാൻ കാരണം അതിനുവേണ്ടി ഒരു പൈസയും മുടക്കണ്ടായെന്നാണ്. ഒരു പൈസയും മുടക്കേണ്ട ആവശ്യമില്ല, സൗജന്യമാണത്. വിശുദ്ധീകരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന സൗജന്യമായ ഒരു അനുഗ്രഹമാണ്, സൗജന്യമാണ്. നമുക്കൊരു മുടക്കുമില്ല, പൈസ മുടക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരു ദാഹവും വാഞ്ചയും ഉണ്ടായാൽ മതി. ക്രിസ്തുവിലുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം, ദൈവസ്നേഹത്തിലുള്ള വിശ്വാസം, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ കെട്ടുറപ്പ് നമുക്ക് ഉണ്ടായിരുന്നാൽ മതി. നമുക്ക് വിശുദ്ധീകരണം അനുഭവിക്കാം. വിശുദ്ധീകരണം, എഡിഫിക്കേഷൻ എന്ന് പറയാം, സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയാം, പ്യൂരിഫിക്കേഷൻ എന്ന് പറയാം, എല്ലാം ഒരേ ആശയം തന്നെ. വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. അപ്പോസ്തലനായ പൗലോസ് ഒരു പരിശുദ്ധനായിരുന്നു, വിശുദ്ധനായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള അപ്പോസ്തലൻ്റെ കാഴ്ചപ്പാട് നാം അപ്പോസ്തലൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. ആദ്യകാലങ്ങളിൽ അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ വിശുദ്ധന്മാരിൽ ഒരുവനാണ് എന്ന്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഒരുവനാണ് എന്ന്. രണ്ടാമത് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ദൈവം തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരിൽ ഒരുവനാണ് എന്ന്. മൂന്നാമത് അപ്പോസ്തലൻ പറഞ്ഞു, മരിക്കാറായപ്പോൾ മരണത്തോട് അടുത്ത് കിടക്കുമ്പോൾ, അപ്പോസ്തലൻ ജയിലിൽ കിടക്കുമ്പോൾ പറഞ്ഞു, ഞാൻ പാപികളിലേക്കും ഒന്നാമനാണ് എന്ന്. വിശുദ്ധിയുടെ വളർച്ച എങ്ങനെയാണ്? വിശുദ്ധിയുടെ വളർച്ച സ്വയം ബോധ്യമാകുന്നതാണ്, സ്വയം കണ്ടെത്തുകയാണ്, തന്നെ കണ്ടെത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശരിയായ വെളിവുണ്ട് എന്ന് പറയുന്നത് നമ്മെ തന്നെ കാണുന്നതിലാണ്. വെളിവ്, ശരിയായ വെളിവ്, ശരിയായ വെളിച്ചം. എൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്ന് ഞാൻ കാണണം. എൻ്റെ യഥാർത്ഥമായ അവസ്ഥ എങ്ങനെയാണ്, എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്ന് ഞാൻ തന്നെ ഗ്രഹിക്കണം. അതിലേക്ക് ഗ്രഹിക്കാൻ ദൈവത്തിൻ്റെ വചനം ഉതകും, ദൈവത്തിൻ്റെ വചനം സഹായകമാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സെൽഫ് അസസ് ചെയ്യാൻ സാധിക്കും. തനിയെ ഒന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് കണക്കുകൂട്ടാൻ സാധിക്കും. എൻ്റെ ജീവിതം എങ്ങനെ നിൽക്കുന്നു, ദൈവത്തിൻ്റെ വചനപ്രകാരം എൻ്റെ ജീവിതം എവിടെ നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു സംഭവം വായിച്ചു. ഒരു വീട്, ആ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വാടക വീടുണ്ട്. ഈ വീട്ടിൽ ഭാര്യയും ഭർത്താവ് ജോലിയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകും, ഭർത്താവ് ഓഫീസിൽ പോകും, ഭാര്യ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കും. അടുത്ത വീട്ടിൽ പുതിയ താമസക്കാർ വന്നു, വാടകയ്ക്ക് പുതിയ താമസക്കാർ വന്ന് അവർ അവിടെ താമസം തുടങ്ങി. ഇവർക്ക് പരിചയമില്ല. മുമ്പ് അവിടെ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ആ താമസക്കാർക്ക് പുതിയ വാടകയ്ക്ക് താമസിക്കുന്നവരെ പരിചയമില്ല. പക്ഷേ ഈ വീട്ടിൽ നിന്നുകൊണ്ട് അങ്ങോട്ട് നോക്കും, വാടകക്കാർ നോക്കും, വാടക വീട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ അയയിൽ തുണികളെല്ലാം ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നു, തുണികൾ. ഈ സ്ത്രീ ഒരു ദിവസം ഭർത്താവിനോട് പറഞ്ഞു, താണ്ടെ നമ്മുടെ അയൽവക്കത്ത് വന്നിരിക്കുന്ന വാടകക്കാർ തീരെ ശ്രദ്ധയില്ലാത്തവരാണ്, അവരുടെ ആ തുണിയൊക്കെ വിരിച്ചിട്ടിരിക്കുന്നത് എത്ര മോശമായിട്ടാണ്, വളരെ വൃത്തികെട്ട തുണികൾ, ഒന്ന് കഴുകിയിട്ട് എടുത്തിടാമായിരുന്നല്ലോ. ഒരു വിവേകമില്ലാത്തവർ, ഒരു വൃത്തിയില്ലാത്തവർ, തുണി കഴുകിയിട്ടല്ല തോരാനിട്ടിരിക്കുന്നത്. ഭർത്താവ് ഒന്നും വേണ്ടിയില്ല. അടുത്ത ദിവസം പറഞ്ഞു, ശിവ വളരെ മോശം, അവിടുത്തെ സ്ത്രീക്ക് ഒരു ഉത്തരവാദിത്വമില്ലാത്ത സ്ത്രീയാണ്, വാടകയ്ക്ക് വന്നിരിക്കുന്ന സ്ത്രീക്ക് ഒരു ചുമതലാബോധവുമില്ല. തുണിയെല്ലാം വൃത്തികെട്ട തുണികൾ, ഇങ്ങനെ മുഷിഞ്ഞ് കറ പിടിച്ച തുണികൾ. ഭർത്താവ് അന്നൊന്നും മിണ്ടിയില്ല.
മൂന്നാം ദിവസം ഈ സ്ത്രീ പറഞ്ഞു, കേട്ടോ, ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്, കാര്യമായ വ്യത്യാസം വന്നിട്ടുണ്ട്. ആ വാടകക്കാർ അവർ ഇപ്പോൾ നന്നായിട്ട് കഴുകിയിടുന്നത്, നല്ലപോലെ തുണിയെല്ലാം കഴുകി തോരനിട്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടാലൊരു ചന്തമുണ്ട്, തുണിയെല്ലാം നല്ലപോലെ കഴുകാൻ അവൾക്കറിയാം. ഒരുപക്ഷേ നമ്മുടെ വീട്ടിലെ ഈ നാം തുണിയൊക്കെ ഇടുന്നത് കണ്ടിട്ടായിരിക്കും, നമ്മുടെ വീട്ടിൽ എല്ലാം വൃത്തിയായിട്ടൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കും ഈ അയൽപക്കത്ത് വന്ന് വാടകയ്ക്ക് താമസിക്കുന്നവർ തുണിയൊക്കെ വൃത്തിയായിട്ട് അലക്കി കഴുകി അവിടെ തോരാനിട്ടിരിക്കുന്നത്. ഉടനെ ഭർത്താവ് പറഞ്ഞു, അതല്ല കാരണം. നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് നോക്കിയത് ജനലിൽ കൂടിയല്ലേ, നമ്മുടെ ജനലിൽ അഴുക്കുണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ ജനലെല്ലാം തുടച്ചു, നല്ലപോലെ തുടച്ചു. നമ്മുടെ ജനലിൽ അഴുക്കുണ്ടായിരുന്നുകൊണ്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെയുള്ള തുണികൾ വൃത്തികെട്ടതായിട്ട് തോന്നിയതാണ്. തുണികൾ ഒരു കുഴപ്പമില്ല, നല്ല തുണികളാണ്, വൃത്തിയുള്ള തുണികളാണ്. പക്ഷേ കുഴപ്പം നമ്മുടെ പക്ഷത്തായിരുന്നു. നമ്മുടെ ഗ്ലാസ്സിൽ, ജനലിൻ്റെ ഗ്ലാസ്സിലാണ് അഴുക്കുണ്ടായിരുന്നത്. ആ ഗ്ലാസ്സിൽ അഴുക്ക് മാറ്റിയപ്പോൾ ഒരു കുഴപ്പമില്ല. ഗ്ലാസ്സിൽ അഴുക്ക് മാറ്റിയപ്പോൾ, തുടച്ച് മാറ്റിയപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വൃത്തികേടും കാണാനില്ല. പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലരും ഇങ്ങനെയാണ്. നമ്മുടെ കുറവുകൾ നാം കാണാറില്ല, നമ്മുടെ കുറവുകൾ എങ്ങനെയെന്ന് നോക്കാറില്ല, നമ്മുടെ കുറവുകൾ കാണാൻ നമ്മുടെ കണ്ണ് തുറക്കാറില്ല. മറ്റുള്ളവരുടെ കുറവുകൾ നാം കാണും, മറ്റുള്ളവരുടെ കുറവുകൾ നാം വിധിക്കുകയും ചെയ്യും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്താണ് തിരുത്താനുള്ളത്, എൻ്റെ ജീവിതത്തിൽ എന്താണ് കുറവുള്ളത്, നാം പലപ്പോഴും അത് ചിന്തിക്കാറില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാം തിരുത്താനുണ്ട്. അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ചാണ് ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കേണ്ടത്. ആത്മീയ ജീവിതം ഒരു വളർച്ചയാണ്. ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാവുകയില്ല, ഏതാനും നാളുകൾ കൊണ്ട് പൂർത്തിയാവുകയില്ല. ഇത് മരണത്തോളമുള്ള ഒരു പ്രക്രിയയാണ്. വിശുദ്ധീകരണം എന്ന് പറയുന്നത് മരണത്തോളം നാം വളരെ ജാഗരൂകരായി വിശുദ്ധീകരണം അനുഭവിക്കേണ്ടതാണ്. മരണം വരെയുമുള്ള ഒരു ശുദ്ധീകരണം. നമ്മുടെ ജീവിതത്തിൽ എത്ര ശുദ്ധീകരണം പ്രാപിച്ചാലും യേശുവിൻ്റെ ആ വിശുദ്ധിയോട് അടുത്ത് നാം ചെല്ലുകയില്ല. യേശു ക്രിസ്തു വിശുദ്ധന്മാരിൽ പരിശുദ്ധനാണ്. യേശു ക്രിസ്തു തേജോമയനാണ്. യേശു ക്രിസ്തു മഹത്വപൂർണ്ണനാണ്. യേശു ക്രിസ്തു നിത്യപരിശുദ്ധനാണ്. നിത്യപരിശുദ്ധനായ യേശു ക്രിസ്തുവിൻ്റെ ആളത്വത്തോട് ചേർന്ന് വരുവാൻ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. എൻ്റെ കർത്താവേ, നിൻ്റെ ആ വിശുദ്ധ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് വരുവാൻ എന്നെ നീ വിശുദ്ധീകരിക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിവ് തരണമേ. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ വ്യാപരിച്ച് എനിക്ക് ശുദ്ധീകരണം തരണമേ. കർത്താവേ, എൻ്റെ ഈ ജീവിതത്തിലെ ആയുഷ്കാലം കൊണ്ട് എനിക്ക് സാധിച്ചു കിട്ടേണ്ടത് ഒരു വിശുദ്ധനായി തീരുക എന്നുള്ളതാണ്, ഒരു ശുദ്ധിമതിയായി തീരുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ സാധിച്ചില്ലെങ്കിൽ നഷ്ടമായിരിക്കും, കനത്ത നഷ്ടമായിരിക്കും. ഞാനൊരു വിശുദ്ധി അനുഭവിച്ചില്ലെങ്കിൽ ഞാൻ അക്കരെ കടന്നു ചെല്ലുമ്പോൾ ഞാൻ ഏറ്റവും വലിയ നിരാശരായി പോകും. തന്നെയുമല്ല, ഞാൻ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ എനിക്ക് പങ്കു കിട്ടാതെ പോകും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. വായിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. 4-ാം അധ്യായത്തിന് 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന് നമ്മെക്കുറിച്ച് അതാണ് ആഗ്രഹം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നമ്മെ തേച്ച് മിനുക്കി, നമ്മെ ഉരച്ച് മിനുസപ്പെടുത്തി, നമ്മെ ഏറ്റവും യോഗ്യമായത്, വിശുദ്ധമായത് ആ അനുഭവത്തിൽ നമ്മെ ആക്കി തീർക്കുക എന്നുള്ളതാണ് കർത്താവ് ചെയ്യുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേകം ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നത്, ഞാൻ ജീവിതം കർത്താവിന് സമർപ്പിച്ചു, എൻ്റെ ജീവിതം കർത്താവിന് കൊടുത്തു, അതുകൊണ്ട് എനിക്ക് ഇനി കുഴപ്പമൊന്നുമില്ല, എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യാം, ഓടിയിരുന്ന് വേല ചെയ്യാം, കർത്താവിനെ എൻ്റെ ജീവിതം ഞാൻ കൊടുത്തതാണ്, ഞാൻ മാനസാന്തരപ്പെട്ടതാണ്, അതുകൊണ്ട് എനിക്ക് വേല ചെയ്യാൻ തടസ്സമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ കേൾക്കൂ, നിങ്ങൾ ഓർക്കൂ, നമ്മുടെ ജീവിതം ഒരിക്കൽ കർത്താവിന് സമർപ്പിച്ചതാണെങ്കിൽ പോലും നമ്മുടെ ജീവിതം പരിപൂർണമായും വിശുദ്ധമായിട്ടില്ല, വിശുദ്ധിയുടെ വഴിയിലേക്ക് വന്നിട്ടില്ല, വിശുദ്ധീകരണം അനുഭവിച്ചിട്ടില്ല. ജോൺ വെസ്ലി എന്ന് പറയുന്ന മഹാനായ സുവിശേഷകൻ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഐ വെൻറ്റ് ടു അമേരിക്ക ടു കൺവേർട്ട് ദ ക്രിസ്ത്യൻസ് ദെയർ, ബട്ട് ഹൂ വിൽ കൺവേർട്ട് മീ. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, അമേരിക്കയിൽ ഞാൻ പോയി, അവിടെയുള്ള ക്രിസ്ത്യാനികളെ മാനസാന്തരപ്പെടുത്താനാണ് ഞാൻ പോയത്, പക്ഷേ എന്നെ ആരും മാനസാന്തരപ്പെടുത്തും? ഐ വെൻറ്റ് ടു അമേരിക്ക ടു കൺവേർട്ട് ദ ക്രിസ്ത്യൻസ് ദെയർ. അമേരിക്കയിലെ ക്രിസ്ത്യാനികളെ കൺവേർട്ട് ചെയ്യാൻ, മാനസാന്തരപ്പെടുത്താൻ ഞാൻ അങ്ങോട്ട് പോയി, പക്ഷേ എന്നെ ആര് മാനസാന്തരപ്പെടുത്തും? ഹൂ വിൽ കൺവേർട്ട് മീ? എന്നെ ആര് മാനസാന്തരപ്പെടുത്തും? എനിക്ക് മാനസാന്തരം ആവശ്യമാണ്. സുവിശേഷകനായ ജോൺ വെസ്ലി പറയുകയാണ്, സുവിശേഷ വേല ചെയ്ത ജോൺ വെസ്ലി പറയുകയാണ്, എന്നെ ആര് മാനസാന്തരപ്പെടുത്തും? എനിക്കൊരു മാനസാന്തരം ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനീ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു.
അനേകം പേര് ഈ വാക്കുകളെ കേൾക്കുന്ന അനേകം പേര് ഒരിക്കൽ മാനസാന്തരപ്പെട്ടവരാണ്. പക്ഷേ വിശുദ്ധീകരണം അനുഭവിച്ചിട്ടില്ല, ആഴത്തിലുള്ള കഴുകൽ അനുഭവിച്ചിട്ടില്ല, സമ്പൂർണ്ണമായൊരു കഴുകൽ, ആന്തരികമായി കഴുകൽ പ്രാപിച്ചിട്ടില്ല. ആന്തരികമായ കഴുകൽ പ്രാപിക്കണം. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം അനുഭവിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, 36-ാമത്തെ വയസ്സിലാണ് എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഒരു അതൃപ്തി തോന്നിയത്, എൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഒരു അസംതൃപ്തി തോന്നിയത്, ആത്മീയ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഒരു പ്രയാസം തോന്നിയത്. പോരാ എന്ന്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നതിനായിരുന്നു, ഞാൻ ദൈവത്തിന് വേല ചെയ്യുന്നവനായിരുന്നു. പക്ഷേ അന്ന് എന്നെക്കുറിച്ച് തന്നെ ഒരു മതിപ്പില്ലായ്മ തോന്നിപ്പോയി. ഞാൻ അനേകം കാര്യങ്ങളിൽ ശുദ്ധീകരണം അനുഭവിക്കേണ്ടിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ വചനം പറയുന്നുണ്ട്, ഞാൻ വചനം പറയാൻ ഓടുന്നുണ്ട്, ഞാൻ നിസ്വാർത്ഥമായ ലക്ഷ്യത്തോടു തന്നെയാണ് വചനം പറയുന്നത്. സുവിശേഷ വേല എന്ന് പറയുന്നത് എനിക്ക് വലിയ ആഗ്രഹമുള്ള കാര്യമാണ്, നല്ലതാണ്. കാരണം അത് ഓരോരുത്തരും ഒരു മാനസാന്തരപ്പെട്ടവരെല്ലാം സുവിശേഷ വേല ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ സുവിശേഷ വേല ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഞാൻ തിരഞ്ഞെടുത്തു. പക്ഷേ ഞാൻ അറിഞ്ഞില്ല എൻ്റെ ജീവിതത്തിൽ ശുദ്ധീകരണം കിട്ടിയില്ല എന്ന്, ആഴത്തിന് രൂപാന്തരപ്പെട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞില്ല. ആഴത്തിന് രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു, സ്വഭാവം മാറേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വഭാവം മാറേണ്ടിയിരിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ആ കാലങ്ങളിൽ ആത്മാവ് ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരുന്നത്, എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് വന്നിങ്ങനെ ഓരോന്ന് മനസ്സിലാക്കി തന്നുകൊണ്ടിരുന്നത്. വേദവസത്തിലെ ഓരോ വാക്യം വായിക്കുമ്പോഴെല്ലാം അതിനൊക്കെ പുതിയ അർത്ഥങ്ങൾ കിട്ടുകയാണ്. വേദവസത്തിലെ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസ് എഴുന്നേറ്റ് യോപ്പയിലേക്ക് പോയി എന്ന് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ കുറേ നേരം ഞാനിരുന്ന് ചിന്തിച്ചു. എഴുന്നേറ്റ് പോയി. പത്രോസ് ഇരിക്കുകയായിരുന്നു, പത്രോസ് എഴുന്നേറ്റ് പോയി. എന്താണത്? പത്രോസ് എഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. വെറും സാധാരണ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, സാധാരണ ഒരു പ്രസ്താവനയാണ്. പത്രോസ് എഴുന്നേറ്റു. അതിൽ പ്രത്യേകത ഒന്നുമില്ലല്ലോ. പക്ഷേ അത് എനിക്കൊരു പുതിയ ചിന്ത തന്നു, ഒരു പുതിയ അനുഭൂതി തന്നു. പത്രോസ് എഴുന്നേറ്റു. ഞാനും എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. ഞാൻ കിടക്കുകയാണ്, ഞാൻ ഇരിക്കുകയാണ്, ഞാൻ തളർന്നിരിക്കുകയാണ്. ഞാൻ വിശുദ്ധി അനുഭവിച്ചില്ല. എനിക്ക് പത്രോസ് ശ്ലീഹ എഴുന്നേറ്റു എന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാക്യത്തിൽ കൂടി എൻ്റെ ജീവിതത്തിലേക്ക് അരിച്ചരിച്ചു വന്നു ആത്മാവിൻ്റെ ആലോചനകൾ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഞാൻ വേദപുസ്തകം വായിച്ചു, കർത്താവിൻ്റെ മലപ്രസംഗത്തിൻ്റെ അവസാന ഭാഗം വായിച്ചു. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നെ വിട്ടു പോവുകയും ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അവരോട് തീർത്ത് പറയും. എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. എന്താണ്? കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്. തന്നെയല്ല, നിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രവചിച്ചു, കർത്താവിൻ്റെ വേല ചെയ്തു, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. കർത്താവിൻ്റെ വേലയാണ് ചെയ്തത്. ഭൂതങ്ങൾ പുറത്തായി. പ്രാർത്ഥിച്ചപ്പോൾ ചിലരിൽ നിന്ന് ഭൂതങ്ങൾ വിട്ടുപോയി. തന്നെയല്ല, ചില അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടന്നു. രോഗികൾക്ക് സൗഖ്യം വന്നു. പല അത്ഭുതങ്ങൾ നടന്നു. വചനം കേട്ട് ചിലർക്ക് മാനസാന്തരം വരികയും ചെയ്തു. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തി പ്രവർത്തിക്കുകയും നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നെ വിട്ട് പോകുകയും ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അവരോട് തീർത്ത് പറയും. അധർമ്മം ജീവിതത്തിൽ നിന്ന് പോയില്ല, പാവം ജീവിതത്തിൽ നിന്ന് പോയില്ല. അന്തരാത്മാവിൽ പാവം, അകത്ത് അശുദ്ധി, അകത്ത് അഴുക്ക്, ചിന്തയിൽ അശുദ്ധി, ചിന്തയിൽ അരുതാത്ത വികാരങ്ങൾ, അരുതാത്ത മോഹങ്ങൾ, അരുതാത്ത ജീവിതത്തിൽ ഒരിക്കലും വരാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങൾ, വൈരാഗ്യങ്ങൾ, പക, വിദ്വേഷം, ചിലരെക്കുറിച്ചുള്ളതായി മുൻവിധികൾ, ചിലരെക്കുറിച്ചുള്ളതായി ഇഷ്ടക്കേടുകൾ, മുഷിച്ചിലുകൾ എന്ന് വേണ്ട ചില കാര്യങ്ങളുടെ കടുംപിടുത്തങ്ങൾ, നിർബന്ധ ബുദ്ധികൾ, ഇതെല്ലാം ജീവിതത്തിലുണ്ടായിരുന്നു. ചിലപ്പോഴെല്ലാം എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ വയ്യാത്ത കോപമുണ്ടായിരുന്നു. അതിനെല്ലാം ഞാൻ ന്യായീകരണം കണ്ടെത്തിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ മാനസാന്തരപ്പെട്ടവനായിരുന്നു താനും. ദൈവത്തിന് സ്തോത്രം. 36-ാമത്തെ വയസ്സിൽ ഈ വാക്യം വായിച്ച് ഞാൻ നെടുവേർപ്പെട്ടു. ഞാൻ അമ്പരപ്പിലായി. അപ്പോഴാണ് വീണ്ടും വായിക്കുന്നു, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ആകയാൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നോർത്ത് മാനസാന്തരപ്പെട്ട് നിൻ്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. വളരെ ഗൗരവമേറിയ വാക്യമാണ്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ശരിയാണ്, എനിക്ക് മനസ്സിലായി. ആദ്യകാലത്തുണ്ടായിരുന്ന എരിവ് കുറഞ്ഞുപോയി, ഞാൻ അറിഞ്ഞില്ല. ആദ്യകാലത്തുണ്ടായിരുന്ന തീക്ഷ്ണത കുറഞ്ഞുപോയി, ഞാൻ അറിഞ്ഞില്ല. ആദ്യകാലത്തുണ്ടായിരുന്ന ദൈവവേലയ്ക്ക് വേണ്ടിയുള്ളതായി വാഞ്ച കുറഞ്ഞുപോയി, ഞാൻ അറിഞ്ഞില്ല. ആദ്യകാലത്ത് ഒരു ചെറിയ നീരസം വരുമ്പോഴേക്കും ദൈവത്തിൻ്റെ ഇരുന്ന് കരയുമായിരുന്നു, അത് മാറിപ്പോയി. ഇപ്പോൾ വലിയ ഗൗരവം തോന്നുന്നില്ല. ഒരു ഇഷ്ടക്കുറവ് വന്നാൽ ദൈവത്തിൻ്റെ ഇരുന്ന് അപ്പോൾ തന്നെ ഇന്ന് കരഞ്ഞ് കർത്താവേ ക്ഷമിക്കണമേ എന്ന് പറയുമായിരുന്നു. പിന്നെ ആയപ്പോൾ അതിൻ്റെ എല്ലാം ആ തീക്ഷ്ണത കുറഞ്ഞു വന്നു. ദൈവത്തിന് സ്തോത്രം. ആദ്യ സ്നേഹം കുറഞ്ഞുപോയി.
ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ശുദ്ധീകരണം അനുഭവിക്കണ്ടേ? ശുദ്ധീകരണം അനുഭവിച്ച് വിശുദ്ധരായി തീരണ്ടേ? ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്ക് നിങ്ങൾ കിട്ടണ്ടേ? വിശുദ്ധരായി തീരുവീൻ. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധരായി തീരുവീൻ. ഒരു കറയും കളങ്കവുമില്ലാതെ, ദൈവമേ, ഒരു അഴുക്കിൻ്റെ അംശം പോലും ഇല്ലാതെ നാം പൂർണ്ണ വിശുദ്ധരാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരു കറയും കളങ്കവും ഇല്ലാത്തവരായി നിഷ്കളങ്കരായി നിൽപ്പാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ മനോഭാവം പോലും വിശുദ്ധമായി തീരണം. മനോഭാവം പോലും വിശുദ്ധമായി തീരണം. നമ്മുടെ ചിന്താഗതികൾ വിശുദ്ധമായി തീരണം. നമ്മുടെ ലക്ഷ്യങ്ങൾ വിശുദ്ധമായി തീരണം. നമ്മുടെ ലാക്കുകളിൽ വിശുദ്ധമായി തീരണം. നമ്മുടെ ആഗ്രഹങ്ങൾ വിശുദ്ധമായി തീരണം. നമ്മുടെ ആശകൾ, നമ്മുടെ പ്രതീക്ഷകൾ വിശുദ്ധമായി തീരണം. നിസ്സാര കാര്യമല്ലേ പറഞ്ഞത്? ലക്ഷ്യങ്ങൾ വിശുദ്ധമായി തീരണം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധിയുടെ ഒരു പര്യായമായി നാം തീരണം. എൻ്റെ ദൈവമേ, ഇത് നിസ്സാര കാര്യമല്ല. നിങ്ങളിന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് ഒരു ശുദ്ധിമതിയായി തീരണം. ഇത്രയും കാലം ഞാൻ വിശുദ്ധി അനുഭവിച്ചില്ല. എൻ്റെ നാഥായി, ഇത്രയും കാലം ഞാൻ കോപത്തിൻ്റെ അടിമയായിരുന്നു. ഇത്രയും കാലം ഞാൻ അഴുക്കിൻ്റെ അടിമയായിരുന്നു. അശുദ്ധ വികാരങ്ങളും മ്ലേച്ഛമോഹങ്ങളും കർത്താവേ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എൻ്റെ ഒരു അവയവത്തിന്മേലും എനിക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. അവയവങ്ങളുടെ മേൽ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. എനിക്ക് ദ്രവ്യാഗ്രഹം കലശലായിട്ടുണ്ടായിരുന്നു. കർത്താവേ, എനിക്ക് ദ്രവ്യാഗ്രഹം മാത്രമല്ല, എനിക്ക് സ്വാർത്ഥതയുണ്ടായിരുന്നു. സ്വാർത്ഥത, തൻകാര്യം. എൻ്റെ കർത്താവേ, എനിക്ക് മറ്റുള്ളവരെനിക്ക് തരണം എന്നുള്ളതല്ലാതെ അങ്ങോട്ട് കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. കർത്താവേ, തെറ്റുപറ്റിപ്പോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന് സ്തോത്രം. ശുദ്ധീകരണം പ്രാപിക്കുക. എൻ്റെ കർത്താവേ, ശുദ്ധീകരണം പ്രാപിക്കുക. യേശു ക്രിസ്തുവിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ശുദ്ധീകരണം പ്രാപിക്കണമെന്നുള്ളതാണ്. നാം വിശുദ്ധരായിത്തീരണമെന്നുള്ളതാണ്. വിശുദ്ധന്മാർക്ക് മാത്രമാണ് സ്വർഗ്ഗരാജ്യത്തിലെ അവകാശം. വിശുദ്ധന്മാർ മാത്രമേ അവിടെ കടന്നു ചെല്ലുകയുള്ളൂ. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ. യേശു ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ ജീവിക്കണം. യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശുദ്ധരായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഇബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിക്കാം. ഇബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായ ഒരു വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എല്ലാവരോടും സമാധാനമായി ആചരിക്കുക. ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. എല്ലാവരോടും സമാധാനമായിരിക്കുക. ആരോടും പിണങ്ങരുത്. ആരോടും അകൽച്ച പാടില്ല. ആരെയും തരം താഴ്ത്തി കാണരുത്. എല്ലാവരെയും നാം ബഹുമാനിച്ചു കൊള്ളണം. കഴിവുള്ള ഉപകാരം നാം ചെയ്തു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. നമ്മെ തന്നെ മറന്ന ഉപകാരം ചെയ്യണം. ദൈവമേ, ഇതെല്ലാം നിസ്സാര കാര്യങ്ങളല്ലല്ലോ. നമ്മെ തന്നെ മറന്ന ഉപകാരം ചെയ്യണം. നമ്മുടെ സ്വന്തം നന്മകൾ മറന്ന് നാം മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കണം. നമ്മെ ഉപദ്രവിച്ചവരുടെയും നന്മ നാം ആഗ്രഹിക്കണം. നമ്മെ വെറുത്തവരുടെയും നന്മ നാം ആഗ്രഹിക്കണം. അവർക്ക് നന്മ വരണേ എന്ന് നമ്മൾ ആഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മെ വെറുത്തവരുണ്ട്, നമ്മെ ദ്വേഷിച്ചവരുണ്ട്. അവർക്ക് നന്മ വരണേ എന്ന് ആഗ്രഹിക്കണം. അവർക്കൊരു തിന്മയും വരരുതേ, ഒരു ദോഷവും വരരുതേ, കഷ്ടനഷ്ടങ്ങൾ വരരുതേ എന്ന് നാം ആഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതത്ര നിസ്സാര കാര്യമല്ല. മറ്റുള്ളവർ നമ്മെ ഏതെങ്കിലും തരത്തിൽ നമ്മെ വിഷമിപ്പിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്തവർ, നമ്മെക്കുറിച്ച് ഇല്ലാത്തത് പറയുകയോ മറ്റോ ചെയ്തവർ, അവരെക്കുറിച്ചും അവർക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നോവണം. കർത്താവിന് സ്തോത്രം. നമ്മുടെ ഹൃദയം നോവണം. അതൊരു നിസ്സാര കാര്യമില്ലെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ഹൃദയം നോവണം. മറ്റുള്ളവർക്ക് ഒരു പ്രയാസം വരുമ്പോൾ നമ്മുടെ ഉള്ളം നൊന്ത് വിങ്ങണം. എൻ്റെ കർത്താവേ, ദൈവത്തിന് സ്തോത്രം. അവർ നമ്മെ ഉപദ്രവിച്ചു എന്ന് നമുക്ക് തോന്നില്ല. അത് അവന് വരേണ്ടതാണ് എന്ന് നമുക്ക് തോന്നുകയില്ല. എൻ്റെ കർത്താവേ, ആ കഷ്ടം വന്നു പോയല്ലോ, ഇതായിരിക്കും നമുക്ക് വരേണ്ടത്. നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയണം. സ്നേഹത്തിൻ്റെ പര്യായമായി നാം മാറണം. സ്നേഹം, ഗോകുൽത്തായിലെ കുരിശിൽ കാണിച്ചു തന്ന ആ മഹത്തായ സ്നേഹം. സ്നേഹിതരെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് പ്രാപിക്കാം. നിങ്ങൾക്ക് തരാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. അത് തരാനാണ് നിങ്ങളെ വിളിച്ച് കൂട്ടിയിരിക്കുന്നത്. സ്നേഹം തരാനാണ് നിങ്ങളെ കൂട്ടിയിരിക്കുന്നത്. സ്നേഹത്തിൽ വിശുദ്ധിയുണ്ട്, സ്നേഹത്തിൽ വിശ്വാസമുണ്ട്, സ്നേഹത്തിൽ അനുസരണമുണ്ട്, സ്നേഹത്തിൽ നന്മകളുണ്ട്, സ്നേഹത്തിൽ സർവ്വസമ്പത്തുമുണ്ട്. സ്നേഹം, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായി മാറണം. നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം വാഴണം. നമ്മുടെ കുടുംബങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സ്നേഹം നിറയണം. ദൈവത്തിന് സ്തോത്രം. ഭാര്യയുടെ കഴിവുകേടിൽ നമുക്ക് അതൃപ്തി തോന്നരുത്. അവളെ നാം താങ്ങണവൾക്ക് സഹായം കൊടുക്കണം. ഭർത്താവിൻ്റെ ഏതെങ്കിലും കഴിവുകേടിൽ നമുക്ക് അസംതൃപ്തി തോന്നരുത്. അദ്ദേഹത്തെ നാം താങ്ങണം. അദ്ദേഹത്തെ നാം എന്തെല്ലാം വിധത്തിൽ താങ്ങാൻ പറ്റുമോ അങ്ങനെ താങ്ങിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് അവർക്കൊരു ദോഷം വരരുത് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ. എന്നാൽ അവരിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ കുറവുള്ളവരാണെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കണം. അവരെ നിരുത്സാഹപ്പെടുത്തരുത്. ദൈവത്തിന് സ്തോത്രം. സ്നേഹമായിരിക്കണം നമ്മുടെ നിയാമക ശക്തി, നമ്മുടെ ഡിസൈസീവ് ഫോഴ്സ് സ്നേഹമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ നിയാമകം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റുരയ്ക്കുന്നത്,
നമ്മുടെ ജീവിതത്തിൻ്റെ വില കാണുന്നത് അത് സ്നേഹമാണ്. സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. കൊടുക്കാനുള്ള സ്നേഹം. ദൈവമേ, ദൈവത്തിന് സ്തോത്രം. കൊടുക്കാനുള്ള സ്നേഹം കൊടുക്കുക, സ്നേഹം വിനിമയം ചെയ്യുക, സ്നേഹം വിൽക്കുക. എൻ്റെ കർത്താവേ, ദൈവത്തിന് സ്തോത്രം. സ്നേഹം കൈമാറ്റം ചെയ്യുക, സ്നേഹത്താൽ നിറയുക, സ്നേഹത്താൽ വിശുദ്ധി പ്രാപിക്കുക. ഗോകുൽത്തായിലെ സ്നേഹം, തൻ്റെ തിരുരക്തം ചിന്തിയ സ്നേഹം, തിരുവിലാവ് തുറന്നൊഴുകിയ തിരുരക്തത്തിൻ്റെ അത്ഭുത സ്നേഹം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഈ സ്നേഹം അനുഭവിച്ചു വേണം എഴുന്നേൽക്കാൻ. യേശുവിൻ്റെ സ്നേഹം, കർത്താവെ, തിരുരക്തം ചിന്തിയ സ്നേഹം, പാവിയെ വീണ്ടെടുക്കുന്ന സ്നേഹം, പാവിയെ വെറുക്കാത്ത സ്നേഹം, പാവിയെ സ്നേഹിക്കുന്ന സ്നേഹം. എൻ്റെ കർത്താവെ, ആ സ്നേഹമല്ലോ എൻ്റെ അരികത്ത് വന്ന് എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നത്, എൻ്റെ മുമ്പിൽ വന്ന് കെഞ്ചുന്നത്. യേശുവേ, ഞാനിതാ എൻ്റെ ഹൃദയം നിനക്ക് തുറന്നു തരുന്നു. ആ നിത്യസ്നേഹമായ യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിത്യസ്നേഹമായ യേശുവേ, നിത്യപരിശുദ്ധനായ യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്നെ വിശുദ്ധനാക്കി തീർക്കണമേ, എന്നെ ശുദ്ധിമതിയാക്കി തീർക്കണമേ. കർത്താവെ, പുണ്യന്മാരായ പരിശുദ്ധ പിതാക്കന്മാർ അനുഭവിച്ചതായ വിശുദ്ധിയുടെ തേജസ്സിൻ്റെ മണ്ഡലത്തിലേക്ക് എന്നെ ഉയർത്തണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ ഈ മക്കളെ അവിടെ നിന്ന് സന്ദർശിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹത്താൽ ഈ മക്കളെല്ലാം നിറയ്ക്കണമേ. കർത്താവേ, ഈ മക്കളുടെ കുടുംബങ്ങൾ സ്വർഗമാക്കി തീർക്കണമേ. ഓരോ കുടുംബത്തിലും സ്നേഹം വാഴണമേ. അങ്ങനെ വിശുദ്ധിയുടെ അനുഭവത്തിൽ ഈ മക്കൾ നിന്നെ സ്തുതിപ്പാൻ ഇടയാക്കണമേ. വിശുദ്ധിയുടെ സ്തുതി, വിശുദ്ധിയുടെ കൈകൾ, വിശുദ്ധി അവയവങ്ങൾ, അങ്ങനെ ഓരോരുത്തരും വിശുദ്ധരായി തീരുന്ന മഹാഭാഗ്യം എല്ലാവർക്കും നൽകണമേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ.